ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡോൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ബൗളും പിന്നെ ഒരു സോസ് പാനുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു കുഴിയുള്ള സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ച് വെക്കാം. പിന്നെ ഒരു 6 ഇഞ്ചിൻ്റെ സോസ് പാനും എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 തവണ അരിച്ച് വെച്ചതാണിത്. എന്നിട്ട് 4 മുട്ടയുടെ എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അല്പം ഒന്ന് ബീറ്റായി കഴിഞ്ഞാൽ 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വൈറ്റ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ യോക്ക് വീതം ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കണം. അപ്പോൾ മുട്ടയൊക്കെ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഓയിൽ ചേർക്കുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ നിൽക്കരുത്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ബാറ്റർ ഇതിൻ്റെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളത് സോസ് പാനിലേക്ക് ഒഴിക്കുന്നുണ്ട്. സോസ് പാനിൽ അല്പം ഓയിൽ തടവിയ ശേഷമാണ് ഒഴിക്കുന്നത്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്ത ഈ പാത്രത്തിലേക്ക് ഈ സ്റ്റീലിൻ്റെ ബൗൾ വെച്ച് കൊടുക്കാം. രണ്ടും ഏകദേശം ഒരു 25 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ചൂടൊക്കെ മാറിയ ശേഷം ഇത് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഒരല്പം ക്രീം ബോർഡിലേക്ക് ആക്കി കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാം. ക്രീം ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇതേപോലെ മുഴുവൻ ലെയറും ചെയ്തെടുക്കാം. ഇനി ഈ സൈഡ് ഭാഗം നൈഫ് വെച്ചിട്ട് ഒന്ന് ചെരിച്ചിട്ട് മുറിച്ചെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്തതിൽ നിന്ന് അല്പം പീസ് എടുത്തിട്ട് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇത് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഈ ഡോളിനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി 100ൻ്റെ 11 നോസിൽ നമ്പർ എടുത്തിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്ത് പിങ്ക് ക്രീമും മറുവശത്ത് യെല്ലോ ക്രീമും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കൂർത്ത ഭാഗം താഴേക്കാക്കിയിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഒരു 3 തട്ടായിട്ട് ഇതേപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റാറിൻ്റെ ടിപ്പ് എടുത്തിട്ട് അതിലേക്ക് പിങ്ക് ക്രീം വെച്ച് കൊടുത്ത് അതിൻ്റെ മുകൾ വശത്തേക്ക് കുറച്ച് ഭാഗത്തേക്ക് ഇതേപോലെ സ്റ്റാർ ആക്കി കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് വീണ്ടും താഴെ ചെയ്ത അതേ ഡിസൈൻ തന്നെ ചെയ്ത് കൊടുക്കാം.
ഇനി വീണ്ടും മുകളിൽ സ്റ്റാറിൻ്റെ നോസിൽ വെച്ചിട്ട് സ്റ്റാർ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ടോപ്പിൽ ഏറ്റവും ചെറിയ സ്റ്റാറിൻ്റെ നോസിൽ എടുത്ത് ഇതേപോലെ ഒന്ന് ഡോട്ടാക്കി കൊടുക്കാം. ഏറ്റവും താഴെയായിട്ട് വലിയ സ്റ്റാറിൻ്റെ നോസിൽ വെച്ച് ഇതേപോലെ ഒന്ന് ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.